പ്രിയ പ്രേക്ഷകർക്കെല്ലാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 ചെറിയ സാപ്ലിങ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അതിപ്പോൾ ഒരു 3-4 മാസമായി ഇങ്ങനെ നിൽക്കണം. ഇപ്പം നല്ല ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നടാൻ പോവാണ്. അതിന് ഒരു കോൺക്രീറ്റ് പോസ്റ്റ് അവിടെ ഓൾറെഡി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് 2 വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കുമ്മായിട്ട് മണ്ണിൻ്റെ pH ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളിടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് നിങ്ങളിൽ പലരും അറിയാവുന്ന പോലെ അതൊരു വളവുമാണ്, ഒരു മരുന്നുമാണ്. മണ്ണിലെ പല കീടങ്ങൾ, ചെടിക്ക് ദോഷം ചെയ്യുന്ന, വേരിന് ദോഷം ചെയ്യുന്ന പല കീടങ്ങളെയും ചെറുക്കാൻ ആയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കഴിഞ്ഞ് നമുക്ക് കടലപ്പിണ്ണാക്ക് ഇടാം, പിന്നെ എള്ളും പിണ്ണാക്ക് ഇടണം, എല്ലുപൊടി ഇടണം. അതെല്ലാം ഇടും. അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളവിടെ പ്ലാന്റ് ചെയ്യും. ട്രാൻസ്പ്ലാന്റിങ് ഫ്രം ദി ഗ്രോ ബാഗ്. ഗ്രോ ബാഗിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും 2 സൈഡിലായിട്ട്. ഇതാണ് എല്ലുപൊടി. നല്ല സ്പെഷ്യൽ എല്ലുപൊടിയാണത്. നല്ല എല്ലിൻ്റെ പൊടി തന്നെയാണ്. അതിൽ ഇമ്പ്യൂരിറ്റീസ്, അഴുക്കുകൾ കുറവാണ്. നല്ല എല്ലുപൊടി ഞാൻ തേടി പിടിച്ച് നല്ല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അല്പം മണ്ണിടണം. ഈ ഗ്രോ ബാഗിൽ നിന്ന് ആ സീഡ്ലിങ്സ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് നമുക്കിവിടെ കുഴിച്ചിടണം. ഒരെണ്ണം കൊണ്ടുവന്നു. അതിന് ഒരു ചെറിയൊരു കുഴി പോലെ അവിടെ എടുത്തിട്ടിട്ടുണ്ട് 2 സൈഡിലും. ഒരു പുല്ലുമാതി ഉപയോഗിച്ച് ഞാൻ അതൊന്ന് മിക്സ് ചെയ്യണമെല്ലാം. നമ്മളിട്ട വളങ്ങളും കുമ്മായം സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ ചെറിയ കുഴി ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാൻ ആ കുഴിയിലേക്ക് ഒന്ന് വെച്ചു. ഇനി ആ ഗ്രോ ബാഗിൻ്റെ സൈഡ് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ചെടി നിൽക്കുന്ന മണ്ണ് പൊട്ടാതെ, വേരറിയാതെ, ചെടി അറിയാതെ പതുക്കെ സ്ഥലം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചെടി ഒരിക്കലും അതറിയില്ല. ആ ഗ്രോ ബാഗ് അങ്ങനെ എടുത്ത് മാറ്റി. അതിൻ്റെ അടിഭാഗം ഓൾറെഡി ഇത്തിരി ദ്രവിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈസിയായി. അത് മാറ്റി, അത് വെച്ചു. ഇനി അല്പം മണ്ണ് അവിടെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ആ മണ്ണ് ഇതിൻ്റെ കടക്കിലേക്ക്, കുറച്ച് മണ്ണ് ആ പുല്ലുമാന്തി ഉപയോഗിച്ച് അതിൻ്റെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്ത് ആ നമ്മുടെ ചെടി നിൽക്കുന്ന മണ്ണിൻ്റെ ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ നമ്മൾ ഇടും. ഇനി മണ്ണ് ഇതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി നമ്മളൊരു ബ്ലോക്ക്, ആ മണ്ണിൻ്റെ നല്ലൊരു ബ്ലോക്ക്, വലിയ ബ്ലോക്കാണ്. ബ്ലോക്ക് പൊട്ടാതെ, ഇളകാതെ, ചെടി അറിയാതെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. നാല് സൈഡിൽ നിന്നും വെട്ടിയാൽ പിന്നെ വളരെ ഈസിയാണ്. നമുക്ക് അടിയിൽ നിന്ന് അത് വലിച്ചു കളയാം കവറ്. കാണാം. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്ക് കാണാം. ഇപ്പം സാപ്ലിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏകദേശം ഒരു 6 ഇഞ്ച് നീളം വന്നുണ്ട് അതിൻ്റെ മുകളം. അത് വെച്ചു. ഇനി പുല്ലുമാതി ഉപയോഗിച്ച് കുറച്ചും കൂടെ മണ്ണ് അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ചും കൂടി മണ്ണ് വേറെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അത് കംപ്ലീറ്റ് ഒരേ ലെവലാക്കും. നമ്മുടെ മണ്ണിൻ്റെ ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ കറക്റ്റായിട്ട് ചുറ്റും മണ്ണിടും. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ കരിങ്കല്ലും ഇഷ്ടിയും വെച്ച് ബന്ദോബസ്താക്കിയിട്ടുണ്ട്. കാരണം മഴക്കാലത്ത് മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ ഇതിൽ നിന്ന് മണ്ണ് വലിച്ച് താഴേക്ക് പോകാൻ പാടില്ല. വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല. അതിനാണ് ഏകദേശം 1 അടി ഹൈറ്റാക്കിയിട്ടുണ്ട്. വെള്ളം കെട്ടി നിന്നാൽ ഇത് നശിച്ചു പോകും. കാരണം ഇതിൻ്റെ വേരുകൾക്ക് വെള്ളം അധികം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇത് ഡെസർട്ട് കണ്ടീഷനിൽ വളരുന്ന കള്ളിച്ചെടി കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണത്. അപ്പോൾ അവർക്ക് അധികം വെള്ളം ആവശ്യമില്ല.
ഒരാഴ്ചയിൽ 2 ദിവസം വെള്ളം കൊടുത്താൽ ധാരാളമായി. അങ്ങേയറ്റം പോയാൽ പരമാവധി പോയാൽ 3, അതിൽ കൂടുതൽ കൊടുത്തുവിടാം. കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അധികം കൊടുത്താൽ അതിൻ്റെ വേര് നശിച്ചു പോകും. കാരണം അതിൻ്റെ നമ്മൾ കാണുന്ന ആ ബോഡി അത് ഇലയല്ല, അത് സ്റ്റെമ്മാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്യുന്നുണ്ട് അവർ. നല്ല കട്ടിയുള്ളതാണല്ലോ. കള്ളിച്ചെടികളൊക്കെ അങ്ങനെയാണല്ലോ. അവർ ഡെസേർട്ട് കണ്ടീഷനിൽ വളരാൻ അനുയോജ്യമായതുകൊണ്ട് അവർക്ക് ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് നടുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം. നല്ല വെയിലും നല്ല ചൂടും ഇവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഇത് ശരിക്കും വളരില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കോൺക്രീറ്റ് പോസ്റ്റിൽ ഞാൻ വേറെ ഒരെണ്ണം വളർത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു 6 അടി പൊക്കമായി ഏകദേശം. അത് അടുത്ത ആഴ്ച ഞാനതിൻ്റെ എഡ്ജ് കട്ട് ചെയ്യാൻ പോവാണ്. എഡ്ജ് കട്ട് ചെയ്താലേ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. ബ്രാഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിന് ധാരാളം പഴങ്ങൾ കിട്ടുള്ളൂ. ഒരു 5.5 അടി ഹൈറ്റിൽ വെച്ച് ഞാൻ എഡ്ജ് കട്ട് ചെയ്യും. അത് എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. തൊട്ടപ്പുറത്തുണ്ട്, ഇതിൻ്റെ ഒരു 6 അടി അപ്പുറത്ത്. ഇനി കല്ലുകളൊക്കെ പ്രോപ്പറായിട്ട് വെച്ച് സെറ്റ് ചെയ്യണം. ഒരടി ഹൈറ്റിൽ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യണം അവിടെ. അതിനാണ് ഇപ്പോൾ കല്ലുകളൊക്കെ വെച്ച് അടിയിൽ വലിയ കല്ലും മേലെ ചെറിയ കല്ലുകളും വെച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് കുറച്ചും കൂടി മണ്ണിടണം. അതിനിടയ്ക്ക് നമ്മളൊരു ചെറിയ വളം ഇട്ടു. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, ഇതിൽ പെട്ടില്ല. നമ്മൾ കുറച്ച് ആട്ടിൻ കാഷ്ടം ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇതിന് ഇട്ട് കൊടുത്തിരുന്നു. ഒരു നല്ല സൂപ്പർ ജൈവവളമാണ് ആട്ടിൻ കാഷ്ടം. ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടി ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ആടിനെ വളർത്തുന്ന ഒരാളുടെ നിന്ന് വാങ്ങി വെച്ചതാണ്. നല്ല ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയുണ്ട്. അതും കുറച്ചിട്ട് കൊടുത്തിരുന്നു. ഞാൻ ഇട്ടിരുന്നു, പക്ഷേ അത് മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചട്ടി തന്നെയാണ് കൊണ്ടുവന്നിട്ടത്, ഇരുമ്പ് ചട്ടിയിൽ. ഏകദേശം ഒരു അരച്ചട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു 6 മാസത്തേക്ക് യാതൊരു വളവും അതിന് വേണ്ട. ഇപ്പം അത് മണ്ണിട്ട് ലെവലാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി ഞാൻ ഉണ്ടാക്കിയത് പച്ചച്ചാണകത്തിൽ ഉണ്ടാക്കിയ ജൈവ സ്ലറിയാണത്. അതിൽ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കിയൊരു ജൈവ സ്ലറിയാണ്. ധാരാളം പച്ചക്കറി, പഴം വേസ്റ്റുകൾ ഇട്ടിട്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. മാങ്ങ ധാരാളം വീഴുന്നുണ്ട്. അത് പിന്നെ ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴം, പച്ചക്കറി വേസ്റ്റ് എല്ലാം ചേർത്തുണ്ടാക്കിയ ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ലറിയാണ് അപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി അത് ശരിക്കും ഇങ്ങോട്ട് പോരും. ഇപ്പോൾ ആവശ്യമുള്ള നനവ് കിട്ടി. ഇനി അത് പെട്ടെന്ന് വലുതായി പോരും. ഞാൻ നിങ്ങളെ കാണിക്കാം ഓരോ ഘട്ടം. അത് വലുതായി വരുമ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.